السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു ഇതിനുള്ള തൗഫീഖ് നമുക്ക് ഓർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശ്വാസികൾക്ക് ഏറെ ഗുണപാഠങ്ങൾ നൽകുന്ന ഒന്നാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചരിത്രം പറഞ്ഞിട്ടുള്ള, ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ എടുത്തുദ്ധരിക്കുന്ന വിവിധങ്ങളായ സൂറത്തുകളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രം. പ്രിയമുള്ളവരെ, പവിത്രമായ ഒരു മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. മുഹറം എന്ന് പറയുന്ന വളരെ പവിത്രമായിട്ടുള്ള ഒരു മാസം. ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പരിചയപ്പെടുത്തി. അതേപോലെ തന്നെ ഈ മാസത്തിൽ അതിൻ്റെ 9ഉം 10ഉം ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്. അതിൽ തന്നെ 10ാമത്തെ ദിവസം നോമ്പെടുക്കുന്നത് വിശ്വാസികൾ മൂസ നബി അലൈഹിസ്സലാമയെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷ അടിസ്ഥാനത്തിലാണ് വിശ്വാസികൾ മുഹറം 10-ന് നോമ്പെടുത്തത് എങ്കിൽ, പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തിയത് എന്നും അള്ളാഹുവിൻ്റെ സഹായം മൂസ നബി അലൈഹിസ്സലാമക്ക് എന്തുകൊണ്ടാണ് ലഭിച്ചത് എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മൂസ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അത് നമ്മോട് പറയുന്നത്, ഒന്നാമത്തത്, വിശ്വാസത്തിന് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് ശത്രുക്കൾ ഒരുപാട് പ്രയാസങ്ങൾ നടത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 120-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. വഖുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, പ്രവാചകന്മാരുടെ കഥ അതിവിവരിക്കുന്നത് ഹൃദയത്തിന് സ്ഥൈര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ്, ഹൃദയത്തിന് ധൈര്യം നൽകുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ മൂസ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം എടുത്തു പറയുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യമേകുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. അവിടെ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം
തൻ്റെ ജനനം മുതൽക്കേ മൂസ നബി അലൈഹിസ്സലാമക്ക് വിവിധങ്ങളായ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ലഭിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹു ഏറ്റെടുക്കുമെന്ന ദൃഢമായ വിശ്വാസമായിരുന്നു മഹാനായ മൂസ നബി അലൈഹിസ്സലാമയുടെ ഉമ്മക്കുണ്ടായിരുന്നത്. അവിടുന്ന് ബനു ഇസ്രായേലിൽ പിറക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം കൊല ചെയ്യുന്ന ഒരു സമയത്താണ് മൂസ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമയുടെ ഉമ്മക്ക് ബോധനം നൽകുകയാണ്, ബോധ്യമുണ്ടാക്കുകയാണ്. ഫൗഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസ നബി അലൈഹിസ്സലാമയുടെ ഉമ്മക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകി, അൻ അർദിഈഹി, മുലയൂട്ടുന്നതിന് വേണ്ടി. കാരണം ജനിച്ചത് ആൺകുഞ്ഞാണ്, എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന സാഹചര്യമാണ്. ഫിർഔനിൻ്റെ കിങ്കരന്മാർ വന്നിട്ടുണ്ട് എങ്കിൽ മൂസ നബി അലൈഹിസ്സലാമയെ കൊല്ലുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അവിടുന്ന് തൻ്റെ മനസ്സിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തോന്നലിട്ട് കൊടുക്കുകയാണ് മുലയൂട്ടുന്നതിന് വേണ്ടി. ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി. അവിടുന്ന് പ്രയാസം നേരിട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്, നീ പേടിക്കേണ്ടതില്ല, അതേപോലെ തന്നെ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. അവിടുന്ന് നൈൽ നദിയിൽ മൂസ നബി അലൈഹിസ്സലാമയെ ഒഴുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഉമ്മക്ക് ബോധനം നൽകുകയാണ്, മനസ്സിലേക്ക് ആ ചിന്തയിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പേരിൽ താങ്കൾ എന്ത് ചെയ്യേണ്ടതില്ല, വേദനിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഇന്നാ റാദ്ദൂഹു ഇലൈകി, താങ്കളിലേക്ക് തന്നെ, അതായത് മൂസ നബി അലൈഹിസ്സലാമയുടെ ഉമ്മയിലേക്ക് തന്നെ ആ കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്നതാണ്, നിർത്തിയില്ല. വജാഇലൂഹു മിനൽ മുർസലീൻ, അതേപോലെ തന്നെ പ്രവാചകന്മാരിൽ ആക്കുകയും ചെയ്യും, അതായത് പ്രവാചകനായി നിശ്ചയിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആ ഒരു ബോധം, ആ ഒരു തോന്നൽ ഉമ്മക്കിട്ട് കൊടുക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാമയുടെ ഉമ്മ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ നൈൽ നദിയിൽ മൂസ നബി അലൈഹിസ്സലാമയെ ഒഴുക്കുകയും ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ മൂസ നബി അലൈഹിസ്സലാം വളരുകയും അവിടുന്ന് ഒടുവിൽ ഉമ്മയുടെ കൈകളിൽ തന്നെ മൂസ നബി അലൈഹിസ്സലാം ഭദ്രമായി തിരിച്ചെത്തുകയും ചെയ്തു. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സന വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. വിശുദ്ധ ഖുർആൻ സൂറത്തു ഖസസിലെ 13-ാമത്തെ ആയത്തിൽ പറയുന്നു, ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, തൻ്റെ ഉമ്മയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമയെ തിരിച്ചു നൽകി. എന്തിനു വേണ്ടി? കൈ തഖറ ഐനുഹാ, കൺകുളിർമയേകുന്നതും അതേപോലെ തന്നെ ദുഃഖിക്കേണ്ടതില്ല എന്നും, വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കുഞ്ഞിനെ തിരിച്ചു നൽകി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രയാസങ്ങൾ റബ്ബിലേൽപ്പിക്കാൻ നമ്മൾ പഠിക്കണമെന്നുള്ളതാണ്. പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ റബ്ബിൻ്റെ സഹായമുണ്ടാകുമെന്ന വലിയ പാഠമാണ് മൂസ നബി അലൈഹിസ്സലാമയുടെ ഈ ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുകയുണ്ടായി എന്നുള്ളതാണ്. അവൻ നമ്മെ സഹായിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതേപോലെ തന്നെ അവൻ്റെ വാഗ്ദാനം സത്യമായി പുലരുമെന്നുള്ളതും നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നിലക്ക് ഈ ചരിത്രത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തത് പ്രബോധനത്തിലെ മാതൃകയാണ്. മൂസ നബി അലൈഹിസ്സലാമയുടെ പ്രബോധനത്തിലെ മാതൃകയാണ്. നോക്കൂ നിങ്ങൾ, അവിടുന്ന് മൂസ നബി അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ. 20-ാം അധ്യായം സൂറത്തു താഹയിലെ 24-ാമത്തെ വചനത്തിൽ കാണാൻ കഴിയും, ഇദ്ഹബ് ഇലാ ഫിർഔൻ, നീ ഫിർഔന്റെ അരികിലേക്ക് പോകണം, ഇന്നഹു തഗ, അവൻ അതിക്രമം കാണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിര് കവിഞ്ഞിരിക്കുന്നു എന്ന്. എന്നിട്ട് എങ്ങനെയായിരിക്കണം പ്രബോധനം നടത്തേണ്ടത്? ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ فقولا له قولا لينا لعله يتذكر أو يخشى. ഇതേ സൂറത്തിൽ സൂറത്തു ത്വാഹയിലെ 43, 44, 45 വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഇദ്ഹബ, നിങ്ങൾ രണ്ടുപേരും പോണം. ഹാറൂനോടും മൂസ നബി അലൈഹിസ്സലാമയോടും പറയുകയാണ്, ഇലാ ഫിർഔന, ഫിർഔന്റെ അരികിലേക്ക്, ഇന്നഹു തഗ, അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു, അതിക്രമകാരിയായിരിക്കുന്നു. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന,
വളരെ മാന്യമായിക്കൊണ്ട് അതേപോലെ തന്നെ പിന്നെ വളരെ ലോലമായിക്കൊണ്ട് നീ അവനോട് എന്ത് ചെയ്യണം, സംസാരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അവൻ ഭയപ്പെടുകയും അതേപോലെ തന്നെ പിന്നെ ഉറ്റാലോചിക്കുകയും ചെയ്തേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ആരോടാണ് ദഅവത്ത് നടത്താൻ പറഞ്ഞത്? ഞാനാണ് അന റബ്ബുകുമുൽ അഅല, ഞാനാണ് റബ്ബ് എന്ന് പറയുന്ന ആ ഫിർഔനോട് പോലും എങ്ങനെ ദഅവത്ത് നടത്താനാണ് പറഞ്ഞത്? വഖൂല ലഹു ഖൗലൻ ലയ്യിന, വളരെ മാന്യമായിട്ടായിരിക്കണം അവനോട് ദഅവത്ത് നടത്തേണ്ടത്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടത്. ഞാനാണ് റബ്ബെന്ന് വാദിക്കുന്നവനോട് പോലും മാന്യമായി ദഅവത്ത് നടത്താൻ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ റബ്ബിനെ അംഗീകരിക്കുന്നവരോട് എത്രമാത്രം നല്ല രീതി ദഅവത്തിൻ്റെ മേഖലയിൽ നമ്മൾ സ്വീകരിക്കണമെന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രബോധനത്തിൻ്റെ സംസാരം അല്ലെങ്കിൽ പ്രബോധകൻ്റെ സംസാരം എന്ന് പറയുന്നത് ചിന്തിപ്പിക്കുന്നതും അതേപോലെ തന്നെ റബ്ബിനെ കുറിച്ചുള്ള ഭയം നിലനിർത്തുന്ന രൂപത്തിലുമായിരിക്കണമെന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു പ്രബോധനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രബോധകൻ എങ്ങനെയായിരിക്കണം തൻ്റെ പ്രബോധിത സമൂഹത്തോട് ഇടപെടേണ്ടത് എന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പ്രബോധകന്മാരാണ്. നാം പഠിച്ച ദീനിൻ്റെ വിഷയങ്ങൾ, നാം അനുഷ്ഠിക്കുന്ന ദീനിൻ്റെ വിഷയങ്ങൾ അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് 5 കൊല്ലം ദീനു പഠിച്ച അറബി കോളേജിൽ നിന്ന് ബിരുദം നേടിയെടുത്ത ആളുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. നമസ്കരിക്കാൻ അറിയുന്നവരാണ് നമ്മൾ, നമസ്കരിക്കുന്നവരാണ് നമ്മൾ. നമസ്കരിക്കാത്തവരെ നമസ്കരിപ്പിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. തൗഹീദ് മനസ്സിലാക്കിയവരാണ് നമ്മൾ. ശിർക്കിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഞാനെന്നുള്ള വ്യക്തിയുടെ നിർബന്ധ ബാധ്യതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതാരുടെയെങ്കിലും പിന്നെ പ്രത്യേകമായി പഠനം നടത്തിയതോ അല്ലെങ്കിൽ ഉസ്താദുമാരുടെയോ ആരുടെയെങ്കിലും ബാധ്യതയല്ല, ഓരോ വ്യക്തികളും നിർവഹിക്കേണ്ട ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രബോധനം ചെയ്യുന്ന പ്രബോധിതരോട് മാന്യമായിട്ടായിരിക്കണം സംവദിക്കേണ്ടത് എന്ന് മൂസ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ മൂസ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. വലിയ പാഠങ്ങൾ നമുക്കതിൽ നൽകുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഫിർഔന്റെ അരികിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർന്നു വലുതായിട്ട് ബനു ഇസ്രായേലരും കോപ്റ്റിക് വംശജരും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന സമയത്ത് തൻ്റെ ബനു ഇസ്രായേലരിൽപ്പെട്ട ആളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി കോപ്റ്റിക് മനുഷ്യനെ തൻ്റെ മുഷ്ടി ചുരുട്ടി ഒന്ന് ഇടിച്ചതിൻ്റെ പേരിൽ ആ മനുഷ്യൻ അവിടെ പിന്നെ മരിച്ചു വീഴുന്ന സാഹചര്യമുണ്ടായി. അവിടുന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്തുകൊണ്ട് മദിയൻ പ്രദേശത്തേക്ക് ഈജിപ്തിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാം നാട് കടന്നു. അവിടെ ജീവിച്ച് അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്യ് കിട്ടുന്നു. ഏതു നാട്ടിൽ നിന്നാണോ ഓടിപ്പോന്നിട്ടുള്ളത് അതേ നാട്ടിൽ ചെന്ന് അവരോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തണമെന്നുള്ള അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശം ലഭിക്കുകയും അങ്ങനെ ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. അവിടെ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഖാല റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 25 മുതൽ 34 വരെയുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഖാല മൂസ നബി അലൈഹിസ്സലാം പറയുന്നു, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി, അല്ലാഹുവേ എൻ്റെ ഹൃദയം നീ എന്ത് ചെയ്യണം, വിശാലമാക്കണം. എൻ്റെ ഹൃദയം നീ വിശാലമാക്കണം. അതേപോലെ തന്നെ വയസ്സിർലി അംരി, എൻ്റെ കാര്യങ്ങൾ നീ എനിക്ക് എളുപ്പമാക്കി തരണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ട് നീ അഴിച്ചു തരണമെന്ന് മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. യഫ്ഖഹു ഖൗലി, ജനങ്ങളോട് സരളമായി കൊണ്ട് എനിക്ക് സംവദിക്കാനുള്ള തൗഫീഖ് നൽകണമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. എൻ്റെ അഹ്ലിൽ നിന്ന് ഒരു സഹായിയെ നീ എനിക്ക് നൽകുകയും ചെയ്യണം. ഹാറൂന അഖി,
എൻ്റെ സഹോദരനായിട്ടുള്ള ഹാറൂനെ ഇഷ്തുദു ബിഹി അസ്രി വഅശ്രികുഹു ഫി അംരി, അതേപോലെ തന്നെ എൻ്റെ കാര്യങ്ങളിൽ പങ്കാളിയാകുന്നതിനു വേണ്ടിയും എനിക്ക് കരുത്തു പകരുന്നതിനു വേണ്ടിയും ഹാറൂനെ നീ എനിക്ക് നൽകണം. കൈനു സബ്ബിഹക കസീറ, അല്ലാഹുവേ നിന്നെ ധാരാളമായി ഞാൻ തസ്ബീഹ് ചെല്ലുന്നതിനു വേണ്ടിയും നിന്നെ ധാരാളമായി ഓർക്കുന്നതിനു വേണ്ടിയുമെന്ന് മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. തൻ്റെ സംസാരത്തിൽ പിന്നെ പ്രയാസം നേരിട്ടിരുന്ന, അതല്ലെങ്കിൽ വളരെ സരളമായി കൊണ്ട് ആളുകൾക്ക് തിരിയുന്ന ഭാഷയിൽ വളരെ ഫ്ലുവൻ്റായിക്കൊണ്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് മൂസ നബി അലൈഹിസ്സലാമക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും സംസാരത്തിൽ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ബൈബിൾ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മൂസ നബി അലൈഹിസ്സലാമക്ക് വിക്കലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു അലം, ഏതായിരുന്നാലും അത്തരം സരളമായി സംസാരിക്കാനുള്ള പ്രയാസം മൂസ നബി അലൈഹിസ്സലാമക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരുത്തു പകരുന്നതിനും വളരെ സരളമായി സംസാരിക്കാൻ കഴിവുള്ള, കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ഹാറൂനെ സഹായിയായി ലഭിക്കാൻ വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന ഖൈറും മിൻഹു, ഞാനാണ് ഓനേക്കാൾ ഉഷാർ എന്നുള്ള ചിന്ത അത് ശൈത്താനിൽ നിന്നുള്ള ചിന്തയാണ്. അത് ശൈത്താനിൽ നിന്നുള്ള ചിന്തയാണ്. അവിടെ ഉണ്ടായില്ല. ഒരു നബിയായി നിയോഗിക്കുമ്പോൾ പോലും എന്നേക്കാൾ കൂടുതൽ വളരെ സരളമായി ഒരു കാര്യം അവതരിപ്പിക്കാൻ എൻ്റെ സഹോദരന് കഴിയും, അവനും കൂടി എനിക്ക് സഹായിയായി നൽകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് എന്നേക്കാൾ സംസാരിക്കാൻ ഹാറൂന് കഴിവുണ്ട് എന്ന് മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനാണ് എല്ലാത്തിനും ഉഷാർ എന്നുള്ള ചിന്ത അത് മൂസ നബി അലൈഹിസ്സലാമക്ക് ഉണ്ടായിരുന്നില്ല. അത് ശൈത്താന്റെ ചിന്തയായിരുന്നു. തൻ്റെ പ്രാർത്ഥനകളിൽ തൻ്റെ പോരായ്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് സഹായി ആവശ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മൂസ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമേകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉടനെ തന്നെ. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതീഅതു റഹിമിൻ, കുടുംബബന്ധം മുറിക്കാത്തവനും ജീവിതത്തിൽ തിന്മകൾ ചെയ്യാത്തവനുമായ ഏതൊരു മുസ്ലിമുണ്ടോ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇല്ല അഅതാഹുല്ലാഹു ഇയ്യാഹു ഇഹ്ദാ സലാസിൻ, 3 രൂപത്തിലല്ലാതെ അവൻ ഉത്തരം നൽകാതിരിക്കുകയില്ല. അപ്പോൾ ജീവിതത്തിൽ തിന്മകൾ ചെയ്യാത്ത, കുടുംബബന്ധം വിച്ഛേദിക്കാത്ത ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ 3-4 രൂപത്തിൽ അവന് ഉത്തരമുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവതുഹു, അവന് ആ പ്രാർത്ഥിച്ചതിന് ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. അതല്ലെങ്കിൽ വ ഇമ്മ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, അവൻ്റെ ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം പരലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെക്കും. വ ഇമ്മ അൻ യസ്റിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹാ, തത്തുല്യമായിട്ടുള്ള താൻ എന്താണോ റബ്ബിനോട് ആവശ്യപ്പെടുന്നത്, അള്ളാഹുവിനോട് തേടുന്നത്, അതിന് തത്തുല്യമായിട്ടുള്ള തിന്മകൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഈ 3 രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഉത്തരം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമക്ക് ഉത്തരം നൽകിയ ചരിത്രവും അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തൻ്റെ നാട് വിട്ടുകൊണ്ട് മദീന പ്രദേശത്തേക്ക് യാത്ര തിരിച്ച മൂസ നബി അലൈഹിസ്സലാം അവിടുന്ന് മദീനയിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ആട്ടിടയന്മാര് ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും 2 പെൺകുട്ടികൾ മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം കാണുന്നു. അവിടുന്ന് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഈ ആട്ടിടയന്മാര് അവര് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ സമ്മതിക്കുന്നത്, ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട്, പെൺകുട്ടികളായിക്കൊണ്ട് ഞങ്ങൾക്ക് സമ്മതിക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. മൂസ നബി അലൈഹിസ്സലാം അവരാടുകളെ കൊണ്ടുപോയി ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തു. എന്നിട്ട് അതിനെ തിരിച്ചയച്ചിട്ട് ഒരു തണലിലേക്ക് മാറിയിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. വിശുദ്ധ ഖുർആൻ 28-ാം അധ്യായം സൂറത്തു ഖസസിലെ 24-ാമത്തെ വചനം മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാണ് എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നോക്കൂ നിങ്ങൾ, ഒരു നാട്ടിലെ ആളുകൾ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവനും കൊണ്ട് ഓടിയതാണ്. ഒന്നും കയ്യിലില്ല. അങ്ങനെ എത്തി നിൽക്കുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ സംവിധാനങ്ങളോ
സജ്ജീകരണങ്ങളോ ഒരാളെ ബന്ധപ്പെടാനോ ഒന്നും കഴിയില്ല. ആ ഒരു കാലഘട്ടത്തിൽ എന്താണോ കിട്ടുന്നത് അതൊക്കെ ഖൈറാണ് എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവെ, നീ എന്താണോ എനിക്ക് ഇറക്കി തരുന്നത് അതിനൊക്കെ ഞാൻ ആവശ്യക്കാരനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനക്ക് പിന്നെ ഉത്തരം നൽകി എന്നുള്ളതാണ്. അതേ രൂപത്തിൽ, അതായത് ഓൺ ദ സ്പോട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകി എന്നുള്ളതാണ്. 4 രൂപത്തിലാണ് മൂസ നബി അലൈഹിസ്സലാമക്ക് ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയത്. ഒന്നാമത്തേത്, പെൺകുട്ടി വന്നുകൊണ്ട് പറഞ്ഞു, വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് വെള്ളം കോരി തന്നതിന് കൂലി നൽകുന്നതിന് വേണ്ടി. ഖാലത്ത് ഇന്ന അബി യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, ഞങ്ങൾക്ക് വെള്ളം കോരി തന്നതിന് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ഞങ്ങളെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൂസ നബി അലൈഹിസ്സലാമയുടെ ആ സമയത്തുള്ള പ്രാർത്ഥനക്കുള്ള ഉത്തരമായിരുന്നു. എന്തു ചെയ്യണം, എവിടേക്ക് പോകണം, ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കെങ്ങനെ, വല്ലാത്ത ആശങ്കയിൽ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്കുള്ള പ്രതിഫലത്തിനു വേണ്ടി എൻ്റെ വാപ്പ വിളിക്കുന്നുണ്ട് എന്ന് ആ പെൺകുട്ടി വന്നു പറഞ്ഞത്. തഫ്സീറുകളിൽ കാണാൻ കഴിയും, ഒരന്യ പുരുഷന്റെ അരികിലേക്ക് എങ്ങനെയാണോ ഒരു സ്ത്രീ ഇറങ്ങേണ്ടത് അതിൻ്റെ എല്ലാ മാന്യതകളും പാലിച്ചുകൊണ്ടാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാമയുടെ അരികിലേക്ക് ആ പെൺകുട്ടി വന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തേത് നമുക്ക് കാണാൻ കഴിയുന്നത്, അവരുടെ പിതാവിനെ കണ്ടു, പിതാവ് എന്ത് ചെയ്തിട്ടുണ്ട്, ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഫലമ്മാ ജാഅഹു വഖസ്സ അലൈഹിൽ ഖസസ, അവിടുന്ന് പിതാവിൻ്റെ അരികിലേക്ക് എത്തുകയും തൻ്റെ ചരിത്രങ്ങൾ, തനിക്കുണ്ടായ നാട്ടിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ ഖാല, അവിടുന്ന് ആ പിതാവ് പറഞ്ഞു, ആ മക്കളുടെ പിതാവ് പറഞ്ഞു, ലാ തഖഫ് നജൗത മിനൽ ഖൗമി ളാലിമീൻ, ആ അക്രമികളിൽ നിന്ന് താങ്കൾ രക്ഷപ്പെട്ടിരിക്കുന്നു, താങ്കൾ പേടിക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു സമാധാനമാണ്. കാരണം ഫിർഔനിന്റെ ഭരണവും അവൻ്റെ കിൻകിരന്മാരും ഈ നാട്ടിലേക്ക് എത്തിപ്പെടുകയില്ല, അവനിവിടെ അധികാരമില്ല എന്ന് ഇതിനെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിർഭയത്വത്തോടുകൂടി, സമാധാനത്തോടുകൂടി, സ്വസ്ഥതയോടുകൂടി നിങ്ങൾക്കിവിടെ കഴിച്ചുകൂട്ടാം. ഇവിടെ ഫിർഔനിന്റെ പ്രയാസങ്ങൾ നേരിടുമെന്നുള്ള ഭയപ്പാട് നിങ്ങൾക്ക് വേണ്ടതില്ല എന്ന് ആശ്വസിപ്പിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തേത്, ജോലിക്ക് നിയമിക്കാമെന്നും വിശ്വസ്തനാണ് എന്നും ശക്തനാണ് എന്നും ആ 2 പെൺകുട്ടികളും മൂസ നബി അലൈഹിസ്സലാമയെ കുറിച്ച് പറഞ്ഞു. അതിലെ ഒരു പെൺകുട്ടി പറയുകയാണ്, ഖാലത്തി ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. അതിലൊരു പെൺകുട്ടി പറയാണ്, ഉപ്പ, ഇദ്ദേഹത്തെ നിങ്ങളവിടെ ജോലിക്കെടുത്തോളും, അദ്ദേഹം എന്താണ്, ഖവിയ്യുൻ അമീനുമാണ്. അതായത് ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട, അതായത് ഓരോ ജോലിക്കാരും, അത് ബിസിനസ് ചെയ്യുന്നവനാണെങ്കിലും മാസശമ്പളം വാങ്ങുന്നവനാണെങ്കിലും കൂലിപ്പണിക്കാരനാണെങ്കിലും ജോലി ചെയ്യുന്ന ഏതെല്ലാം വിശ്വാസികളുണ്ടോ ആ വിശ്വാസികൾക്കുണ്ടാകേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ക്വാളിറ്റിയാണ് ഇവിടെ പറഞ്ഞത്, ഖവിയ്യുൻ അമീൻ എന്നുള്ളതാണ്. 1 വിശ്വസ്തനായിരിക്കണം, 2 കഴിവുള്ളവനായിരിക്കണം. താൻ ജോലി ചെയ്യുന്ന മേഖലയിൽ കഴിവുണ്ടായിരിക്കണം. കഴിവില്ലാത്തവനെ വെച്ചിട്ട് ജോലി ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, അല്ലെ? വിശ്വാസമുണ്ട്, പക്ഷെ കഴിവില്ലെങ്കിൽ എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതേപോലെ തന്നെ വിശ്വസ്തനായിരിക്കണം എന്നുള്ളതാണ്. ഈ 2 നിബന്ധനകൾ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ അരികിൽ നിന്ന് ജിന്നു പറയുന്നുണ്ട്, അവിടുന്ന് ബൽഖീസ് രാജ്ഞിയുടെ പീഠം അതിവിടേക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് ഞാൻ ഖവിയാണ്, ഞാൻ അമീനാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഈ വാചകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ പെൺകുട്ടിയുടെ വാചകവും അതേപോലെ തന്നെ ആ ജിന്നിന്റെ വാചകവും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിക്കണമെങ്കിൽ അതിൽ വലിയ പാഠമുണ്ട്. വിശ്വാസികൾക്ക്, ജോലി ചെയ്യുന്ന ഓരോ വിശ്വാസികൾക്കും പാഠമുണ്ട്. താൻ ജോലി ചെയ്യുന്ന മേഖലയിൽ തനിക്ക് കഴിവുണ്ടാകണം, അതേപോലെ തന്നെ ആ മേഖലയിൽ താൻ വിശ്വസ്തനായിരിക്കണം എന്നുള്ളതാണ്. ഇത് വളരെ അടിസ്ഥാനപരമായി ജോലി ചെയ്യുന്ന ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് മുഫസ്സിരീങ്ങൾ
പ്രത്യേകം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഉപ്പ മകളോട് ചോദിക്കുന്നുണ്ട്, ശക്തനാണ് എന്ന് എങ്ങനെയാണ് നീ തിരിച്ചറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് വെള്ളം കോരിത്തരുന്നത് കണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അദ്ദേഹം വളരെ ശക്തിയുള്ള ആളാണ്, അതിന് കഴിവുള്ള ആളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ വിശ്വസ്തനാണ് എന്ന് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പിന്നെ തിരഞ്ഞുകൊണ്ട് ഉപ്പ വിളിക്കുന്നുണ്ട് എന്ന കാര്യം അറിയിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരാൾ നടന്നു വരുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. പക്ഷേ അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയപ്പം മൂസ നബി അലൈഹിസ്സലാം തല താഴ്ത്തിയത് ഞാൻ കണ്ടു. അതേപോലെ തന്നെ ഞാൻ അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിലാണ് അദ്ദേഹം നടന്നത്, എൻ്റെ പിന്നിലല്ല. അതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹം വിശ്വസ്തനാണ് എന്ന്. അതുകൊണ്ട് ഉപ്പ അദ്ദേഹത്തെ ഇവിടെ ജോലിക്ക് നിർത്താമെന്ന് ആ പെൺകുട്ടി പറഞ്ഞു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഗത്യന്തരമില്ലാതെ നിൽക്കുന്ന സാഹചര്യമാണ്, എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിൽ തൻ്റെ ഉപജീവന മാർഗം അവിടെ തെളിയുകയാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, റബ്ബേ നീ എന്തൊന്ന് നീ എനിക്ക് ഖൈർ നൽകിയാലും ഞാൻ അതിനാവശ്യക്കാരനാണ് എന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആവലാതി വരാതെ, എനിക്കെന്തങ്ങനെ പരീക്ഷണങ്ങൾ, ഞാൻ എന്താ മാത്രം അങ്ങനെ പ്രയാസപ്പെടുന്നത്, എനിക്കെന്തത്ര മാത്രം ദുരിതങ്ങൾ, ആശങ്കകളില്ലാതെ അള്ളാഹുവിനോട് റബ്ബിൻ്റെ സഹായം കിട്ടുമെന്ന ബോധ്യത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി എന്നുള്ളതാണ്. നാലാമത്തത്, ആ പ്രാർത്ഥനക്കുടനടി ഉത്തരം നൽകിയ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ പെൺകുട്ടികളിൽ ഒരാളെ വിവാഹം കഴിക്കാനുള്ള അവസരം മൂസ നബി അലൈഹിസ്സലാമക്ക് കിട്ടി എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അദ്ദേഹം ആ വീട്ടിലെ ഒരു അംഗമായിട്ടാണ് അദ്ദേഹം കഴിച്ചുകൂടിയത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, 8 വർഷം ഇവിടെ ജോലി ചെയ്യുകയാണ് എങ്കിൽ ഇതിലൊരു മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരാമെന്നുള്ള നിബന്ധനയായിരുന്നു എന്നുള്ളത് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹം ആ കരാർ ഏറ്റെടുക്കുകയും കൃത്യമായി പാലിക്കുകയും ജോലി ചെയ്യുകയും അതിലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് പകരം നൽകിയത് നല്ലൊരു ജോലി മൂസ നബി അലൈഹിസ്സലാമക്ക് നൽകി, നല്ലൊരു ഇണയെ മൂസ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകി. അതേപോലെ തന്നെ നല്ലൊരു കുടുംബം അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമക്ക് നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ജീവിതത്തെ വെലിഞ്ഞു മുറുക്കിയാലും ശരി, നിരാശകളില്ലാതെ എനിക്കു മാത്രം എന്താണ് ഇങ്ങനെ എന്നുള്ള ആശങ്കയുടെയും നിരാശയുടെയും സംസാരങ്ങളില്ലാതെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പ്രാർത്ഥനക്കുത്തരമുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മൂസ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വിശ്വാസികൾക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അതിലൊന്ന്, വിശ്വാസം ദൃഢമാണ് എങ്കിൽ ഒന്നിനെയും ഭയക്കേണ്ടതില്ല എന്നുള്ള വലിയ ഒരു മെസ്സേജാണ്. വിശ്വാസം അത് ദൃഢമാണ് എങ്കിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. അത് അധികാരം എത്ര തന്നെ തൻ്റെ കൈക്കുമ്പിളിലുണ്ട് ഉള്ള ആളാണെങ്കിലും ശരി, അവനെ ഭയപ്പെടാതെ വിശ്വാസിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമെന്നുള്ള വലിയ പാഠമാണ് ആ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, ഫിർഔന്റെ മുമ്പിലേക്ക് പോയിക്കൊണ്ട് കൃത്യമായി തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തപ്പം അവിടുന്ന് നിബന്ധനകൾ വെക്കുകയാണ്. തൻ്റെ കയ്യിലുള്ള വടി നിലത്തിട്ട് പാമ്പാവുന്ന സാഹചര്യമുണ്ടായപ്പോൾ ഇത് ജാലവിദ്യയാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയ ഫിർഔൻ അവിടുത്തെ ഉത്സവത്തിന്റെ സമയത്ത് വേദിയൊരുക്കുകയാണ്. എല്ലാവരും കാണുകെ ഫിർഔൻ തൻ്റെ ജാലവിദ്യക്കാരെ കൊണ്ടുവരികയും മൂസ നബി അലൈഹിസ്സലാം തൻ്റെ കയ്യിലുള്ള വടി ഇടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആരിടണമെന്നുള്ള ചോദ്യത്തിന് പതറാതെ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കയ്യിലുള്ളത് ഇടുക. അവർ വടികൾ നിലത്തിട്ടു, അത് പാമ്പായി, കയറുകൾ പാമ്പായി ഇഴയുന്നത് പോലെ ആളുകൾക്ക് തോന്നി എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ കഴിയും. മൂസ നബി അലൈഹിസ്സലാം തൻ്റെ കയ്യിലുള്ള വടി ഇട്ടപ്പോൾ ആ സർപ്പമായി തോന്നുന്നതിനെല്ലാതിനെയും വിഴുങ്ങി എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടപ്പോൾ ഫിർഔൻ എന്തു പറയുമെന്നാലോചിക്കാതെ ഫിർഔനിന്റെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് വിളിച്ചു വരുത്തിയ
ആ ജാലവിദ്യക്കാര് ആ സാഹിര്യങ്ങളെല്ലാം അവിടെ സുജൂദ് ചെയ്തു. ഖാലു, അവർ പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസ വ ഹാറൂൻ, ഹാറൂന്റെയും മൂസയുടെയും റബ്ബിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിർഔന ഭയക്കാതെ, ഫിർഔനിൽ നിന്നുള്ള പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതിയാണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് തൻ്റെ ആദർശം അവിടെ വെച്ച് വിളംബരം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് എന്താ ഉണ്ടായത്? ഫിർഔന്റെ അട്ടഹാസത്തിന് അവർ മറുപടി നൽകി എന്നുള്ളത് വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 72-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഫഖ്ലി മാ അൻത ഖാലിൻ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ. വല്ലാത്തൊരു വർത്തമാനമായിരുന്നു പ്രിയമുള്ളവരെ, വല്ലാത്തൊരു സംസാരമായിരുന്നു. ഫഖ്ലി മാ അൻത ഖാലിൻ, നീ വിധിക്കുന്നവനാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ എന്തു തന്നെ നിനക്ക് വിധിക്കാം, ഞങ്ങളുടെ പേരിൽ എന്തു ശിക്ഷയും നിനക്ക് വിധിക്കാം. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, നിന്റെ ഈ വിധി എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തു മാത്രമാണ്. ഇവിടെ മാത്രമേ നിനക്ക് വിധിക്കാൻ സാധിക്കുകയുള്ളൂ. നാളെ പരലോകത്ത് വിധി പറയേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവിടെ നിനക്ക് വിധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്തും നിനക്ക് വിധിക്കാമെന്ന് തൻ്റെ ഇടത്തോടുകൂടി ആദർശം മനസ്സിലാക്കിയ ആ സാഹിര്യങ്ങൾ അവിടെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസം ദൃഢമാണ് എങ്കിൽ ഒരാളെയും ഭയക്കേണ്ടതില്ല. അത് അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് ആട്ടിയോടിക്കാനും അടിച്ചമർത്താനും ശ്രമിക്കുന്നവരാണെങ്കിലും ശരി, അവിടെ ഭയക്കാതെ തൻ്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ നിലപാടുകൾ പ്രഖ്യാപിക്കാൻ വിശ്വാസിക്ക് കഴിയുമെന്നുള്ളതാണ്. അത് ഏത് തന്നെ ആളുകൾ എതിർത്താലും ശരി, തൻ്റെ വിശ്വാസം ഇതാണ് എന്നും തൻ്റെ പ്രവാചകന്റെ മാതൃക ഇതാണ് എന്നും തൻ്റെ ഇടത്തോടുകൂടി മുഖത്തു നോക്കി തൻ്റെ ആദർശം പ്രഖ്യാപിക്കാൻ വിശ്വാസിക്ക് കഴിയും. അതല്ലാതെ ഈ സാഹചര്യത്തിൽ അതിനെ എതിർക്കേണ്ടതുണ്ടോ? അതിനെ എന്തിനാ നമ്മൾ എതിർക്കാൻ പോകുന്നത്? നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് പറയുന്നത്? നമുക്ക് മിണ്ടാതിരുന്നാൽ പോരെ എന്നുള്ള സംസാരമല്ല ദൃഢവിശ്വാസമുള്ള വിശ്വാസിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നേരെ മറിച്ച് തിന്മകൾ എവിടെ കണ്ടാലും, അരാജകത്വങ്ങൾ എവിടെ കണ്ടാലും, തോന്നിവാസങ്ങൾ എവിടെ കണ്ടാലും അതിനോട് നോ എന്ന് പറയാനും, അത് പാടില്ലെന്ന് പറയാനും, അതിൻ്റെ ആളുകളെ കൈപിടിച്ച് തിരുത്താനും വിശ്വാസിക്ക് ആർജവും ഉണ്ടാകുമെന്നുള്ളതാണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വിശ്വാസിക്കുള്ള പാഠമെന്ന് പറയുന്നത് സത്യമെന്നുള്ളത് അത് ഭാരമുള്ള സംഗതിയാണ്. അതല്പം ഭാരമുള്ളതാണ്, ഒരല്പം പ്രയാസമുള്ളതാണ്. പ്രയാസങ്ങൾ സഹിക്കാൻ സജ്ജമായവർക്ക് അത് ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഫിർഔനും കൂട്ടരും തനിക്കെതിരെ അക്രമം അഴിച്ചുവിടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിർദ്ദേശം നൽകി. രാത്രിയിൽ ഇറങ്ങണമെന്നുള്ള നിർദ്ദേശം നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ തന്നിൽ വിശ്വസിച്ച ബനൂ ഇസ്രായേലും മൂസ നബി അലൈഹിസ്സലാമയും അവിടുന്ന് ചെങ്കടലും കടന്നു പോകുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് സമുദ്രത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ഫിർഔനും കൂട്ടരും വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുന്ന് മൂസ നബി അലൈഹിസ്സലാമയിൽ വിശ്വസിച്ച ആളുകൾ പറഞ്ഞു, ഇന്നാല മുദ്റഖൂൻ, നമ്മൾ അകപ്പെട്ടിട്ടുണ്ട്, ഫിർഔന്റെ വലയിൽ നമ്മൾ പെട്ടിട്ടുണ്ട്, ഇനി രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അവിടുന്ന് ദൃഢവിശ്വാസത്തോടുകൂടി പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബുണ്ട്. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. സമുദ്രം രണ്ടായി പിളർന്നു. പ്രിയമുള്ളവരെ, ചിന്തിക്കാൻ കഴിയുമോ? നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചെടുക്കാൻ കഴിയുമോ? സമുദ്രം രണ്ടായി പിളരുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്ക് ഇമേജിൻ ചെയ്തെടുക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. എന്നാൽ അതുണ്ടായിട്ടുണ്ട്. ലോകരക്ഷിതാവായ അള്ളാഹുവിന് അത് കഴിവുള്ളവനാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ ആ ചരിത്രത്തെ വായിച്ചെടുക്കേണ്ടതുണ്ട്. അത് രണ്ടായി പിളർന്നു. വിശ്വാസികൾ അതിലൂടെ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഫിർഔനും കൂട്ടരും അതിലകപ്പെട്ടു എന്നുള്ളതാണ്. വജാവസ്നാ ബിബനി ഇസ്രായീൽ ബഹറ ഫഅത്ബഅഹും ഫിർഔന വജുനൂദഹു ബഗ്യൻ വഅദ്വ, അവിടുന്ന് ശത്രുതയും പകയുമായി ഫിർഔനും കൂട്ടരും മൂസ നബി അലൈഹിസ്സലാമയും കൂട്ടരും രക്ഷപ്പെട്ട വഴിയിലൂടെ പ്രവേശിച്ച സാഹചര്യത്തിൽ ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമൻതു ബിഹി ബനു ഇസ്രായീല വ അന മിനൽ മുസ്ലിമീൻ. സമുദ്രം അവിടുന്ന് കൂടുകയും ഫിർഔനും കൂട്ടരും മുങ്ങി നശിക്കുന്ന സാഹചര്യത്തിൽ ആമൻതു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലദീ ആമൻതു ബിഹി,
ബനു ഇസ്രാഈലിൽ വിശ്വസിച്ച ആ അല്ലാഹുവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു എന്നും ഫിർഔൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യമെന്നുള്ളത് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും അത് മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതൊരൽപ്പം ഭാരമുള്ളതാണ്. ആ സത്യം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ പ്രതിസന്ധികൾ നാലു ഭാഗത്തുനിന്നും വിശ്വാസികളെ വെലിഞ്ഞു മുറുകിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പല നിലക്കുള്ള പ്രഷറുകളും പല നിലക്കുള്ള തിന്മകളിലേക്കുള്ള വലിക്കലുകളും ചാഞ്ചാട്ടങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെ വിശ്വാസം, അത് ആ ഭാരമുള്ള ആ ഹക്ക് അത് മുറുകെ പിടിച്ച് ജീവിക്കുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, കാത്തിരിക്കുന്നത് സ്വർഗമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ചരിത്രങ്ങൾ നമുക്ക് കേവലം വായനകൾക്കപ്പുറം ജീവിതത്തിൽ പാഠമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഏറെ പരാമർശിച്ചിട്ടുള്ള മൂസ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അത് പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങളിൽ നിന്ന് ഇബ്റത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ധന്യമാക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദിനാ മിനൻ നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.